ഹലോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു റെസിപ്പി വീഡിയോ ആണ്. അപ്പോൾ കോമൺ ആയിട്ട് ഞാൻ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനറിയാം. കോമൺ ആയിട്ട് ഞാൻ ചെയ്യുന്നത് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയോ, ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോയോ, ലഞ്ച് വീഡിയോയോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, ഭക്ഷണം വിളമ്പലും കഴിക്കലും കുക്കിംഗ് പരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വീഡിയോസാണ് കോമൺ ആയിട്ട് ഞാൻ ചെയ്യാറ്. പക്ഷേ ഇന്ന് എൻ്റെ യൂട്യൂബ് ഫ്രണ്ട്സ്, ഫാമിലി, യൂട്യൂബ് ഫാമിലിയിൽ ഓരോരുത്തർ ഓരോ സിമ്പിൾ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുന്ന കണ്ടപ്പോഴത്തേനും എനിക്കൊരാഗ്രഹം, എന്തെങ്കിലും ഒരു റെസിപ്പി വീഡിയോ ചെയ്യാം. വലിയ കാര്യമായിട്ടുള്ള റെസിപ്പിയൊന്നുമല്ല, ഞാൻ ഒരു സിമ്പിളായിട്ടുള്ള ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു 6-7 സവോള കുറച്ച് നീളത്തിൽ തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഞാനിതാ ബൗളിലേക്ക് മാറ്റുകയാണ്. അത്യാവശ്യം ഒരു വലിയ ബൗളിലേക്കാണ് ഞാൻ മാറ്റുന്നത്. കാര്യം വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ കുഴച്ച്, നല്ല രീതിയിൽ കൈകൊണ്ട് തന്നെ കുഴച്ച് റെഡിയാക്കി എടുക്കാനാണ്. അപ്പോൾ ഞാൻ ഇന്ന് റെഡിയാക്കുന്ന എൻ്റെ ഈവനിങ് സ്നാക്ക് റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, ഉള്ളിമുട്ട എന്ന് മലയാളത്തിൽ പറയും, ഇംഗ്ലീഷിൽ വേണമെങ്കിൽ നമുക്ക് ഓണിയൻ എഗ്ഗ് വട എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്നാക്ക് എന്ന് പറയുന്നത് അത്ര ഫെമിലിയർ ഒന്നും ആയിരുന്നില്ല. കാരണം എൻ്റെ വീട്ടിൽ ഈ ഒരു സ്നാക്ക് അധികം ഒന്നും റെഡിയാക്കിയിട്ടുള്ള ഒരു സ്നാക്കല്ല. ഈയിടെയായിട്ട് എവിടെയൊക്കെ ഞാൻ കണ്ടിട്ട് എനിക്ക് കഴിക്കണം എന്ന് തോന്നി ഞാൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. കഫ്റ്റീരിയയിൽ നിങ്ങളുടെ വാങ്ങിച്ച് കഴിച്ചു. അല്ലാതെ ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിലുണ്ടാക്കി കഴിച്ചു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് ആ സ്നാക്ക് റെഡിയാക്കി അതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടപ്പോൾ അത് നിങ്ങളിലേക്കും കൂടി ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഒരു 6-7 സവോള തിന്നായിട്ട് നീളത്തിൽ കട്ട് ചെയ്തതും, പിന്നെ ഒരു പിടി ജിഞ്ചർ ചോപ്പ് ചെയ്തതും, പിന്നെ ഒരു 2 പച്ചമുളക് വളരെ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞതും, പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് ആ സവോള നന്നായിട്ടൊന്ന് കൈകൊണ്ട് അതിൻ്റെ നീരൊന്ന് ഇറങ്ങുന്ന രീതിയിൽ നന്നായിട്ട് കുഴച്ച് കൊടുത്തു. അപ്പം നമ്മൾ സ്പൂൺ കൊണ്ടോ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഐറ്റംസ് കൊണ്ടോ ആ സവോള ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പം ഞാൻ അതുകൊണ്ടാണ് ആ ഒരുപാട് സവോള കുഴയ്ക്കുന്ന സമയം ക്യാമറ അങ്ങ് മാറ്റി വെച്ചത്, ഫോൺ അങ്ങ് മാറ്റി വെച്ചത്. കാര്യം വെച്ചാൽ നന്നായിട്ട് നമ്മൾ ആ സവോളയുടെയൊക്കെ ആ ഒരു നീരുണ്ടല്ലോ, ആ നീര് ഇറങ്ങുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഒന്ന് ഞെരിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെയ്തത് മൈദ, ഒരു 4-5 സ്പൂൺ മൈദ ഇട്ട് കൊടുത്തു. അത്രയും തന്നെ കോൺഫ്ലോർ, നമ്മുടെ കടലമാവ് ഇട്ട് കൊടുത്തു. കോൺഫ്ലോർ അല്ല, നമ്മുടെ കടലമാവ് ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് നമ്മൾ ചെയ്ത് കൊടുത്തത് ആവശ്യത്തിന് ഉപ്പിട്ടു, പിന്നെ ഒരു പിഞ്ച് പെരിഞ്ജീരകപ്പൊടി ഇട്ടു, പിന്നെ വളരെ കുറച്ച് പെരുംജീരകവും ഇട്ട് കൊടുത്ത്. അപ്പോൾ ഇത്രയും സാധനങ്ങളിട്ട്, ഉപ്പൊക്കെ നമുക്ക് ലാസ്റ്റ് ഇട്ടാൽ മതി, അത് നമ്മുടെ ഇഷ്ടം. അപ്പോൾ ആവശ്യത്തിനും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഉപ്പൊന്നും ഒരുപാട് കൂടിപ്പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ അപ്പോൾ പിന്നെ നന്നായിട്ട് ഞാൻ കൈകൊണ്ട് നന്നായിട്ട് ആ സവോളയുടെ നീര് മാക്സിമം ഇറങ്ങിയതിന് ശേഷം വീണ്ടും ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കാം. ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത്, ആവശ്യത്തിന് വെള്ളം കൈകൊണ്ട് തളിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിവടയുടെ റെസിപ്പി തന്നെയാണ്, അല്ലെങ്കിൽ ഓണിയൻ പക്വടയുടെ റെസിപ്പി തന്നെയാണ്. പിന്നെ അതിൽ നിന്നൊക്കെ ഒരു ചെറിയൊരു വ്യത്യസ്തത എന്ന് പറയുന്നത് നമ്മൾ മുട്ട ബോയിൽ ചെയ്തിട്ട് ഞാനിപ്പോൾ 2 മുട്ട ബോയിൽ ചെയ്തു. 2 മുട്ട ബോയിൽ ചെയ്തിട്ട് ഒരു മുട്ട 4 പീസായിട്ട് കട്ട് ചെയ്തു. അങ്ങനെ 8 പീസ് മുട്ടയായിരുന്നു. അങ്ങനെ നമ്മുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, ആ ഒരു ഓണിയൻ മിക്സ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലേക്ക് വെച്ച് ഒന്ന് പരത്തി, അതിനുശേഷം ഒരു ചെറിയ പീസ് മുട്ട നമ്മുടെ ആ ഒരു മിക്സിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒരു ബോൾ രൂപത്തിലാക്കി നമ്മളിതാ ഓയിലിലേക്ക്, ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ആ നീളമുള്ള മുട്ടയുണ്ടല്ലോ, ആ മുട്ട അങ്ങ് ഫുള്ളങ്ങ് കവർ ചെയ്യുമ്പോഴത്തേനും ഇതെന്ന് പറയുന്നത് നമുക്ക് ഒരു ചായയുടെ കൂടെ ഈ ഒരു സ്നാക്ക് ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയറ് നന്നായിട്ട് നിറയും, നല്ല സ്റ്റൊമക്ക് ഫില്ലിംഗ് ആണ്. പിന്നെ പിന്നെ ഒരു കാര്യം, എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയെന്നാന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു സ്നാക്ക് പൊരിക്കുമ്പോൾ ഉള്ളിവടയെന്നോ അതുപോലെ തന്നെ ഓണിയൻ പക്വടയോ അതുപോലെ തന്നെ ഈ ഒരു ഓണിയൻ എഗ്ഗ് വട, ഈ വക ഐറ്റംസൊക്കെ പൊരിക്കുമ്പോഴത്തേനും ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കേണ്ടത്. ഞാൻ എടുത്ത പാൻ്റെ റൗണ്ട് കുറച്ച്
കൂടിപ്പോയി. അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കുറച്ച് കൂടുതൽ ടൈം എനിക്ക് എടുക്കേണ്ടി വന്നു. തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഡീപ് ഫ്രൈ ആണെങ്കിൽ ഫുൾ അങ്ങ് മൊത്തത്തിലങ്ങ് വെന്തോളും, പെട്ടെന്നൊക്കെ ക്രിസ്പി ആയിക്കോളും. അപ്പോൾ ഏതാണേലും ഞാനിതാ നമ്മുടെ ഉള്ളി മുട്ട അല്ലെങ്കിൽ നമ്മുടെ എഗ്ഗ് ഓണിയൻ വട അല്ലെങ്കിൽ എഗ്ഗും ഓണിയൻ വട അല്ലെങ്കിൽ ആ ഒരു സ്നാക്ക് ഉണ്ടല്ലോ, നമ്മുടെ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഇത് ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ട്, ഞാൻ തന്നെ കുക്ക് ചെയ്ത് ഞാൻ കഴിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ എനിക്ക് കഫ്റ്റീരിയാസിൽ നിന്ന് നമ്മൾ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയി ചായ കുടിക്കുന്ന സമയത്ത് സ്നാക്കായിട്ട് ഇത് കഴിച്ചിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഉള്ളിവട ഉണ്ടല്ലോ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവട, അതിൻ്റെ ഉള്ളിൽ എഗ്ഗ് സ്റ്റഫ് ചെയ്തിട്ട് അപ്പോൾ ആ ഒരു സവോളയും ആ ഒരു ബോയിൽഡ് എഗ്ഗും എല്ലാം കൂടെ ചേർന്ന് വായിലോട്ട് ചേരുമ്പോഴത്തേനും ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഒരു കപ്പ് ചൂട് ചായയും കൂടെ ഉണ്ടെങ്കിൽ പറയുകയും വേണ്ട. അപ്പോൾ ഇതാ എൻ്റെ ഉള്ളിമുട്ട അല്ലെങ്കിൽ എൻ്റെ ഒണിയൻ എഗ്ഗ് വട എന്ന് പറയുന്നത് ഓരോന്നോരോന്നായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എൻ്റെ ഈ റെസിപ്പി വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ചെറിയൊരു അറ്റംപ്റ്റാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പം ഞാൻ വോട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ് കോമൺ ആയിട്ട് എന്നും ഇടാറ്. അപ്പോൾ അതെന്ന് പറയുമ്പോഴത്തേനും കുഴപ്പമില്ലാത്ത റെസ്പോൺസ്, ലൈക്സും കമൻസും ഒക്കെ ചെയ്ത് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി വീഡിയോ ഞാൻ ഇടുമ്പോഴത്തേനും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ റെസിപ്പീസ് ചെറിയ റെസിപ്പീസ് കണ്ടിന്യൂ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ സ്നാക്ക് ഇന്ന് വൈകുന്നേരത്തേന് വേണ്ടി ഇന്ന് ഈവനിങ് ടീ ടൈമിൽ ഞാൻ റെഡിയാക്കുന്നത് എൻ്റെ ഈ ഒരു സ്നാക്കാണ്. പിന്നെ ബാക്കി വന്ന കുറച്ച് ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഞാൻ കുറച്ച് ഒണിയൻ പക്കോടയും കൂടെ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ അത്യാവശ്യം ഹെവി ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 4 എണ്ണം ആകുമ്പോൾ തന്നെ അത്യാവശ്യം ഹെവിയാണ്. പിന്നെ ഞാൻ തമ്പനെയിലിന് വേണ്ടിയിട്ട് ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ്. പിന്നെ ഇതാ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയൊക്കെ വെച്ചിട്ട് ഞാൻ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ സ്നാക്ക് റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഒണിയൻ എഗ്ഗ് വട എന്ന് പറയും. അപ്പോൾ എൻ്റെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുറച്ച് സവോളയും അതുപോലെ തന്നെ മുട്ടയും കുറച്ച് മൈദയും കുറച്ച് കടലമാവും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് വൈകുന്നേരം റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ ഈ ഒരു 4 മണി പലഹാരം എന്ന് പറയുന്നത് ഞാൻ ഉറപ്പ് പറയുകയാണ്, അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയുമില്ല. അപ്പോൾ നമ്മുടെ ടീ ടൈമായി വളരെ ടേസ്റ്റി ആയിട്ട് നല്ല ചൂട് ചായയും കൂട്ടിയിട്ട് ഞാൻ നമ്മുടെ ഒണിയൻ എഗ്ഗ് വട കഴിക്കുകയാണ്. അപ്പോൾ ധൈര്യമായിട്ട് ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത ദിവസം അടുത്ത എന്തെങ്കിലും സിമ്പിൾ റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക്